നമ്മൾ നോക്കുന്നത് R2R ലാഡർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിരുന്നത് ബൈനറി വീറ്റർ റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആയിരുന്നു. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ചാൽ നമ്പർ ഓഫ് ബിറ്റ്സ് കൺവേർട്ട് ചെയ്യേണ്ട നമ്പർ ഓഫ് ബിറ്റ്സിന്റെ എണ്ണം കൂടും തോറും നമുക്കിവിടെ കണക്ട് ചെയ്യേണ്ടി വരുന്ന റെസിസ്റ്റേഴ്സിന്റെ റേഞ്ചും കൂടി വരും. അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ് ഇവിടെ വല്ലാതെ കൂടും. ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുമ്പോൾ ആക്യുറസി, ഔട്ട്പുട്ട് സിഗ്നലിന്റെ ആക്യുറസി അവിടെ കുറയും. ആ ഒരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ R2R ലാഡർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം R2R ലാഡർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിന്റെ. ഇതിന്റെ പോസിറ്റീവ് ടേമിൽ ഗ്രൗണ്ടഡ് ആണ്, നെഗറ്റീവ് ടേമിൽ നമ്മൾ ലാഡർ ടൈപ്പില് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ ഐദർ R അല്ലെങ്കിൽ 2R ആയിരിക്കും. ഇനി ഇതിന്റെ ഇംപിഡൻസ് എന്തായിരിക്കും? ഇൻപുട്ട് ഇമ്പിഡൻസ് ഈ ഒരു സർക്യൂട്ടിന്റെ എങ്ങനെ നോക്കിയാലും R2R ലാഡർ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ടോട്ടൽ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് R ആയിരിക്കും. അതെങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒപ്പാമ്പിന്റെ സൈഡിനെ മാറ്റി വെച്ച് ഈ റെസിസ്റ്റേഴ്സിന്റെ ഭാഗം മാത്രം എടുത്ത് വെച്ച് നോക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് R2Rഉം 2Rഉം ഉണ്ട്. 2R ഇവിടെ പാരലൽ ആണ്. One end is connected and other end both are connected to ground. So this connection is parallel. 2R പാരലൽ ആണെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? R ആയിരിക്കും. സോ നമ്മൾ ആ ഇക്വലന്റ് റെസിസ്റ്റൻസ് 2R പാരലൽ കണക്ഷന് പകരം ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ് R വെച്ച് കാണിച്ചിട്ടുണ്ട്. ദെൻ R and R is സീരീസ് ഹിയർ അല്ലെ. Rഉം സീരീസിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ മാറ്റിയിട്ട് 2R ആകും അല്ലെ. സോ ഈ രണ്ട് റെസിസ്റ്റേഴ്സിന് വരെ നമുക്ക് ഇനി അവിടെ എന്ത് ചെയ്താൽ മതി? ഒരു R 2R എന്നുള്ള റെസിസ്റ്റൻസ് യൂസ് ചെയ്താൽ മതി അല്ലെ. Rഉം മാറി അതെന്തായി? 2R ആയി. ഇനി ഈ Rന് സീരീസ് ആയിട്ട് ഇവിടെ നമുക്ക് എന്ത് വെച്ചാൽ മതി? ഒരു 2R എന്നുള്ള റെസിസ്റ്റൻസ് മതി. എഗെയിൻ 2Rന് താഴെ പാരലൽ ആയിട്ട് ഒരു വേറൊരു റെസിസ്റ്റർ ഉണ്ട് 2Rന്റെ ഈക്വലന്റ് നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? R ആയിരിക്കും. ആ റെസിസ്റ്റൻസ് Rനെ അടുത്ത റെസിസ്റ്റൻസ് R ആയിട്ട് സീരീസ് ആയിട്ടാണ് വരുന്നത്. സോ ദിസ് വിൽ ബി എന്തായിരിക്കും? R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2R കിട്ടും. എഗെയിൻ 2R പാരലൽ ആണ്. 2R പാരലൽ ആവുന്ന സമയത്ത് ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? R ആയിരിക്കും. സോ നമ്മുടെ ടോട്ടൽ ഇംപിഡൻസ് ഇവിടെ എന്താണ് വരുന്നത്? R ആണ് വരുന്നത്. ഓക്കെ. സോ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിലത്തെ ഇതാണ് ഞാൻ നോക്കിയത്. ഈ 2R പാരലൽ ആയിരുന്നു. അവിടെ നമ്മൾ എന്ത് എഴുതി? R എന്ന് എഴുതി. എഗെയിൻ ഈ Rഉം സീരീസ് ആവുമ്പോൾ ഇവിടെ എന്ത് വരും? 2R വരും. 2Rഉം എഗെയിൻ പാരലൽ ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും മാറ്റി നമുക്ക് എന്ത് ചെയ്താൻ പറ്റുമായിരുന്നു? R എന്ന് എഴുതായിരുന്നു. എഗെയിൻ ദിസ് R and R are in series. അപ്പൊ നമുക്ക് R plus R 2R വരുമായിരുന്നു. എഗെയിൻ 2R plus 2R വന്നു കഴിഞ്ഞാൽ എന്താവായിരുന്നു? ഈക്വലന്റ് റെസിസ്റ്റൻസ് R ആവായിരുന്നു. ഫൈനലി നമ്മുടെ ഈ എൻറ്റയർ സർക്യൂട്ടിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് അവിടെ എന്ത് വരുമായിരുന്നു? R വരുമായിരുന്നു. നമുക്കിനി R2R ലാഡർ ഡാക് നെറ്റ്വർക്കിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ആദ്യം തന്നെ വർക്കിംഗ് നോക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഓരോ റെസിസ്റ്റേഴ്സിലും സ്വിച്ചസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ചസ് വഴിയായിരിക്കും നമ്മൾ ഡിജിറ്റൽ ഡാറ്റ കൺവേർട്ട് ചെയ്യേണ്ട ഡിജിറ്റൽ ഡാറ്റ കൊടുക്കുന്നുണ്ടാവുക. ഈ ഡിജിറ്റൽ ഡാറ്റനെ അതിന്റെ കറസ്പോണ്ടിങ് അനലോഗ് ഡാറ്റയാക്കി തരലാണ് ഈ ഡാക്കിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ഒരു കേസ് എടുക്കുകയാണ്. 100 എന്നുള്ള ഡാറ്റയാണ് കൊടുക്കുന്നത്. ഈ ബിറ്റാണ് MSB ബിറ്റ്, ഈ ബിറ്റാണ് LSB ബിറ്റ്. സോ വാട്ട് വിൽ ഹാപ്പൻ വെൻ വി ആർ ഗിവിംഗ് ദിസ് ഇൻ 100? ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് സ്വിച്ചും 0 ആയിരിക്കുന്ന രണ്ട് സ്വിച്ചും ഗ്രൗണ്ടിലോട്ടാവും കണക്ഷൻ. 1 വന്നിരിക്കുന്ന സ്വിച്ചിന് കണക്ഷൻ എവിടേക്കാണ്? VCC അല്ലെങ്കിൽ V റെഫറൻസിലോട്ടാണ് കണക്ഷൻ അല്ലെ. അപ്പോ നമുക്ക് ഈ റെസിസ്റ്റൻസിന്റെ ഭാഗം ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഈ 2R എന്നുള്ള റെസിസ്റ്റൻസ് ഈ VCCയിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇത് VCCയിലേക്കാണ്, ഇത് ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ഗ്രൗണ്ടഡ്. ഓക്കെ, ദിസ് ഈസ് ഗ്രൗണ്ടഡ് കണക്ഷൻ. സോ ഒരെണ്ണം ഒരു റെസിസ്റ്റർ ഗ്രൗണ്ടും ഒരു റെസിസ്റ്റർ ഇവിടെ VCCയിലേക്കും കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ പാരലൽ കണക്ഷൻ എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തെവെനിൻ സൂപ്പർപോസിഷൻ തിയറം ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. തെവെനിൻ സൂപ്പർപോസിഷൻ തിയറം എന്ന് പറയുമ്പോൾ നമുക്ക് ഈക്വലന്റ് വോൾട്ടേജ്, തെവെനിൻ വോൾട്ടേജും അതുപോലെ തന്നെ തെവെനിൻ റെസിസ്റ്റൻസും ഇവിടെ കണ്ടുപിടിക്കണം. VTHഉം കണ്ടുപിടിക്കണം, RTHഉം ഇതിനു വേണ്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് തെവെനിൻ സൂപ്പർപോസിഷൻ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ഒരു സർക്യൂട്ടിന്റെ ഈ രണ്ട് റെസിസ്റ്റേഴ്സിന്റെ പാർട്ടിനെ മാത്രം ഞാൻ
തെവനിൻ സർക്യൂട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി റീഡ്രോ ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് 2R റെസിസ്റ്റർ ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്ന റെഫറൻസ് വോൾട്ടേജ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് തെവനിൻസ് വോൾട്ടേജ് തിയറം, സൂപ്പർപോസിഷൻ തിയറം അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? VTH, തെവനിൻസ് വോൾട്ടേജ് ആണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇവിടെ വന്നിരിക്കുന്ന റെസിസ്റ്റർ ഏതാണ്? ആരൊക്കെ എക്രോസ് വന്നിരിക്കുന്നത്? 2R ആണ് അല്ലെ. സോ ഇതിന് എക്രോസ് വരുന്ന വോൾട്ടേജ് എന്താണ്? VRE. സോ VRE ഇൻറ്റു ഇവിടെ വരുന്ന റെസിസ്റ്റൻസ്, VREക്ക് ഓപ്പോസിറ്റ് വരുന്ന റെസിസ്റ്റൻസ് 2R ആണ്, ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 2R ഉണ്ട്, 2R ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം? 2R പ്ലസ് 2R എന്ന് എഴുതണം. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V Thevenin is equal to VRE, V reference voltage, into 2R by 2R plus 2R എത്രയായിരിക്കും? 4R ആയിരിക്കും. അപ്പൊ 2ഉം 4ഉം ഇവിടെ 1 ടൈം, ഇവിടെ 2 ടൈം, ഇവിടെ ആറും ക്യാൻസൽ ആയി. നമുക്ക് എന്താ കിട്ടിയത്? V reference by 2 എന്ന് വെച്ചാൽ തെവനിൻസ് വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടിയത് എത്രയാണ്? V reference by 2 ആണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് VTH നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയത് V reference by 2 ആണ്. അടുത്ത് നമുക്ക് RTH കണ്ടുപിടിക്കണം. ഈ രണ്ട് കേസാണ് നമ്മൾ എടുത്തിരുന്നത് അല്ലെ. ഇവിടെ 2Rഉം 2Rഉം പാരലൽ ആണ്. കാരണം ഒന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദിസ് ഇസ് 2R പാരലൽ ടു 2R ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 2R പാരലൽ ടു 2R. റിസൾട്ടന്റ് അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് വോൾട്ടേജ് എത്രയായിരിക്കും വരിക? 6 ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു മുമ്പത്തെ സർക്യൂട്ട് വെച്ചിട്ട് ഈ ആദ്യത്തെ 2R പോർഷൻസിനെ മാറ്റി നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്താക്കിയിരുന്നു? 6 ആക്കിയിരുന്നു. അതുപോലെ തെവനിൻസ് വോൾട്ടേജ് എന്താക്കിയിട്ടുണ്ടായിരുന്നു? ദാറ്റ് ഈസ് V reference by 2 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ വോൾട്ടേജും റെസിസ്റ്റൻസും ഇൻക്ലൂഡ് ചെയ്ത് ഈ 2R റെസിസ്റ്റേഴ്സിനെ മാറ്റി അവിടെ കറസ്പോണ്ടിങ് VTHഉം RTHഉം വെച്ച് നമ്മൾ ഡയഗ്രാം മാറ്റി വരയ്ക്കുകയാണ്. സോ നമ്മുടെ ഈ എൻറ്റയർ സർക്യൂട്ടില് ഈ ഒരു പോർഷനിലെ രണ്ട് 2R റെസിസ്റ്റേഴ്സിനെ മാറ്റിയിട്ട് ഈ രണ്ട് 2Rന് ഈക്വലന്റ് ആയിട്ടുള്ള റെസിസ്റ്റർ എന്തായിരുന്നു? 6 ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഇതൊക്കെ അങ്ങനെ തന്നെ, രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ്, രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ. പകരം ഈ രണ്ട് 2Rന് പകരം ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ത് വന്നു? റെസിസ്റ്റർ, ഈക്വലന്റ് റെസിസ്റ്റർ 6 വന്നു. ബാക്കിയെല്ലാം സെയിം ആണ്. രണ്ട് റെസിസ്റ്റർ സീരീസ് ഇവിടെ ഉണ്ട്, രണ്ട് റെസിസ്റ്റർ പാരലൽ 2R അവിടെ ഉണ്ട്. ആകെ കൂടെ 2Rന് പകരം എന്ത് വന്നു? രണ്ട് 2R ഉണ്ടായിരുന്നു, അതിന് പകരം ഈക്വലന്റ് ആയിട്ടുള്ള 6 ഇവിടെ വന്നു. ഓക്കെ, അതുപോലെ നമ്മൾ ഇതിന് ഈക്വലന്റ് ആയിട്ട് വരുന്ന തെവനിൻസ് വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് V reference by 2 ആയിരുന്നു. അതും ഞാൻ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാണ്. ഈ രണ്ട് ഇതിനെ ക്രോസ് വരുന്ന തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് V reference by 2 ആണ്. അത് ഞാൻ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തു. ദാറ്റ് ഈസ് V reference by 2 നമ്മുടെ തെവനിൻസ് വോൾട്ടേജ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ റീഡ്രോ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു സർക്യൂട്ടില് മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് പിന്നെയും തെവനിൻസ് വോൾട്ടേജും തെവനിൻസ് റെസിസ്റ്റൻസും കണ്ടുപിടിക്കേണ്ടി വരും. എഗെയിൻ VT, ഈ ഒരു സർക്യൂട്ടിനനുസരിച്ചുള്ള V തെവനിൻസും അതുപോലെ തന്നെ R തെവനിനും RTHഉം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെ തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കാം. എങ്ങനെയായിരിക്കും തെവനിൻസ് വോൾട്ടേജ് കാണാൻ പറ്റുക? നമുക്ക് ഇവിടെ ഉള്ള ഈ ഒരു സർക്യൂട്ടിന്റെ ഈ ഒരു പോർഷൻ എടുക്കുകയാണ്. ഇവിടെ ആറും സീരീസ് ആണ്. അപ്പൊ R പ്ലസ് R എന്താണ് വരിക? 2R ആണ് വരിക. ഇവിടെ വേറെ ഒരു 2R ഉണ്ട്. സോ ഈ 2Rന് അക്രോസ് ഉള്ള വോൾട്ടേജ്, തെവനിൻസ് വോൾട്ടേജ്, ഈ ഒരു സർക്യൂട്ടിന്റെ തെവനിൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഈ ഒരു പോർഷന്റെ എന്ന് പറയുന്നത് എന്തായിരിക്കും? VTH is equal to 2Rന് അക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയാണ്? V reference by 2 അല്ലെ. സോ VTH is equal to V reference by 2 into ഈ റെസിസ്റ്റൻസ് വാല്യൂ അത് എത്രയാണ്? 2R by ടോട്ടൽ റെസിസ്റ്റൻസ്. ഈ ഒരു ബ്രാഞ്ചിൽ 2R റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ഒരു ബ്രാഞ്ചിലും 2R റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ എഴുതാം? 2R plus 2R. ഇതാണ് നമ്മുടെ VTH. എന്താണ് VTH ഇവിടെ വരുന്നത്? V reference by 2 into 2R by 2R plus 2R. RTH എന്തായിരിക്കും ഇവിടെ വരിക? RTH again 2R parallel to 2R ആണ് അല്ലെ. മുമ്പത്തെ പോലെ തന്നെ 2R is parallel to 2R. രണ്ട് 2R പാരലൽ ആണെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? RTH 6 ആയിരിക്കും. RTH 6 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സർക്യൂട്ടില് തെവനിൻസ് വോൾട്ടേജ് V reference by 2 into 2R by 2R plus 2R എന്ന് പറയുന്നത് നമുക്ക് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും?
ദാറ്റ് ഈസ് ഇവിടെ 2R ആണ്. താഴത്തെ 2R പ്ലസ് 2R കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4R കിട്ടും. 6 ക്യാൻസൽ ആവും, 2ഉം 4ഉം ക്യാൻസൽ ആവും, 2 ആവും. ദെൻ വി റെഫറൻസ് ബൈ 2/2 ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് ഫൈനലി VTH എത്ര കിട്ടും? വി റെഫറൻസ് ബൈ 4 കിട്ടും. സോ ഇവിടെ നമ്മുടെ പുതിയ VThevenin's വോൾട്ടേജ് വന്നിരിക്കുന്നത് എത്രയാണ്? വി റെഫറൻസ് ബൈ 4 ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ഇത് മുമ്പത്തെ സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിന്റെ ഈ ഒരു പോർഷൻ നമ്മൾ തെവനിൻസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇക്വലന്റ് ആയിട്ട് കിട്ടിയ റെസിസ്റ്റൻസ് ആണ് എന്ത്? റെസിസ്റ്റൻസ് RTH 6 വന്നു. അതുപോലെ തന്നെ 2R പാരലലിന്റെ RTH 6 വന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ റെഫറൻസ് വോൾട്ടേജ് എന്നുള്ളത് മുമ്പ് വി റെഫറൻസ് ബൈ 2 ആയിരുന്നു. അത് നമുക്കിപ്പോ എന്തായി കിട്ടിയത്? നമ്മളിപ്പോ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് വി റെഫറൻസ് ബൈ 4 ആണ് കിട്ടിയത് അല്ലെ? ഇനി നമുക്ക് ആ ഒരു കിട്ടിയ വോൾട്ടേജ് വെച്ച് തന്നെ റീഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇത്രയും എൻ്റെ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിന് വരെ നമുക്ക് എന്ത് കണക്ട് ചെയ്താൽ മതി? തെവനിൻസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള R. ഓക്കെ, അപ്പൊ ഈ സർക്യൂട്ടില് അവസാനമായിട്ടുള്ള ഈ സീരീസ് റെസിസ്റ്റൻസും ഈ 2R റെസിസ്റ്റൻസും അങ്ങനെ തന്നെ ഉണ്ട്. പകരം ഈ ഒരു സർക്യൂട്ടില് ഈ ഒരു പാർട്ടിൽ ഉണ്ടായിരുന്ന എല്ലാത്തിന്റെയും കൂടിയുള്ള തെവനിൻസ് റെസിസ്റ്റൻസ് നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 6 ആണെന്ന് കണ്ടുപിടിച്ചു. ആ 6 ആണ് ഈ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് R. അതുപോലെ തന്നെ നമ്മളിവിടെ വി റെഫറൻസ് ബൈ 2 ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിച്ചു. അത് എത്രയായിരുന്നു? വി റെഫറൻസ് ബൈ 4 ആയിരുന്നു. അതാണ് ഞാൻ ഇവിടെ പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന വി റെഫറൻസ് ബൈ 4. ഈ ഒരു സർക്യൂട്ട് അപ്പോൾ ഈ അവസാനത്തെ സീരീസ് ഈ ഒരു റെസിസ്റ്റൻസ് R, ഇവിടെ 2R, ഇതിനെല്ലാത്തിനും ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ റെസിസ്റ്റൻസ് R, പുതിയതായിട്ട് കണ്ടുപിടിച്ച ത്രെഷോൾഡ് വോൾട്ടേജ് വി റെഫറൻസ് തെവനിൻസ് വോൾട്ടേജ് വി റെഫറൻസ് ബൈ 4. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെവനിൻസ് ഈ ഒരു സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് തെവനിൻസ് സൂപ്പർപൊസിഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? നമുക്ക് പുതിയ തെവനിൻസ് വോൾട്ടേജ് VTH ഇസ് ഇക്വൽ ടു ഇതിന് എക്രോസ് ആണ് അല്ലെ? അപ്പൊ വി റെഫറൻസ് ബൈ 4 ഇൻറ്റു ഏതിന് എക്രോസ്? 2R എക്രോസ്. സോ 2R ബൈ R പ്ലസ് R അല്ലെ? സോ ഇവിടെ എന്തുണ്ട്? ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കണക്കാക്കേണ്ടത്. ഈ ബ്രാഞ്ചിലുള്ളതും ഈ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസും. ഈ ഒരു ബ്രാഞ്ചിൽ 2R റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും 2R റെസിസ്റ്റൻസ് ഉണ്ട്. സോ വി റെഫറൻസ് ബൈ 4 ഇൻറ്റു 2R, ഇതിനെ ക്രോസ് ആണ് ആ വോൾട്ടേജ് എടുക്കുന്നത്, ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 2R പ്ലസ് 2R. സോ നമുക്ക് എങ്ങനെ? വി റെഫറൻസ് ബൈ 4 ഇൻറ്റു 2R, ദിസ് 2R ബൈ 2R, ദിസ് 2R പ്ലസ് 2R ഇസ് ഇക്വൽ ടു വി റെഫറൻസ് ബൈ 8 വരും. ഇത് നമുക്ക് ചെയ്യുമ്പോൾ VTH എത്ര വരും? വി റെഫറൻസ് ബൈ 8 വരും. എഗെയിൻ 2R പാരലൽ ടു 2R ആണ്. നമുക്ക് തെവനിൻസ് റെസിസ്റ്റൻസ് എത്ര കിട്ടും? 6 കിട്ടും. സോ അവർ ന്യൂ തെവനിൻസ് വോൾട്ടേജ് വി റെഫറൻസ് ബൈ 8 ആൻഡ് RTH ഈസ് R. ഓക്കെ, അപ്പോ നമുക്ക് ഈ രണ്ട് റെസിസ്റ്റേഴ്സും ദിസ് ഇസ് പാരലൽ അല്ലെ? ഒരു എൻഡ് ദിസ് ഇസ് കണക്റ്റഡ് ടുഗദർ, നെക്സ്റ്റ് എൻഡ്സ് ആർ കണക്റ്റഡ് ടു ഗ്രൗണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ സാധാരണ പാരലൽ തിയറം അപ്ലൈ ചെയ്താൽ മതി അല്ലെ? 2R പാരലൽ ആണ്. 2R പാരലൽ ആവുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് കിട്ടുന്ന ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? R ആയിരിക്കും. സോ ബാക്കി എല്ലാ ഭാഗവും അങ്ങനെ തന്നെ. ഈ 2R പാരലൽ ഉള്ളതിന് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു റെസിസ്റ്റൻസ് സീരീസിൽ വെച്ചു കൊടുക്കും. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ എന്തായിരുന്നു? 2R സീരീസ് രണ്ട് റെസിസ്റ്റേഴ്സ് ഈക്വലന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് R ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ബാക്കിയുള്ള സർക്യൂട്ടിലുള്ള എല്ലാ രണ്ട് 2R അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. രണ്ട് 2R റെസിസ്റ്റേഴ്സ്. രണ്ടാമത്തെ ഇവിടെ നിന്നാണ് 2R നിന്നാണ് റെഫറൻസ് വോൾട്ടേജ്. ആദ്യത്തെ ഈ രണ്ട് 2R പാരലൽ കണക്ഷനെ മാറ്റിയിട്ട് നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് R വെച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെയുള്ള റെസിസ്റ്റൻസും അടുത്ത റെസിസ്റ്റൻസ് ആറും തമ്മിൽ ഇവര് സീരീസിലാണ്. നമുക്ക് 2R എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവരെ ഒറ്റ റെസിസ്റ്റൻസ് 2R പിന്നെ R2R എന്ന് എഴുതാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2R R2R. സോ ദിസ് ഈസ് ഈക്വലന്റ് ടു ഈ ഒരു സർക്യൂട്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള ഡയഗ്രാമാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എഗെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പൊട്ടൻഷ്യല് ഗ്രൗണ്ടിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോയിന്റ് ഇത് വി റെഫറൻസിലോട്ടാണ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഇവിടെ തെവനിൻസ് വോൾട്ടേജ് കൺസെപ്റ്റ് സൂപ്പർപൊസിഷൻ തിയറം അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വി തെവനിൻ എത്രയായിരിക്കും വേണ്ടി വരുന്നത്? വി തെവനിൻ ഇസ് ഇക്വൽ. അപ്പൊ നമുക്കിവിടെ ഈ 2R നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ നമുക്ക് വി തെവനിൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. സോ ഈ വി തെവനിൻ വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് സർക്യൂട്ടിനെ ഈ ഒരു പോയിന്റ് വി റെഫറൻസിലോട്ടും ഈ ഒരു പോയിന്റ് ഗ്രൗണ്ടിലോട്ടും ആണ് അല്ലെ? സോ ഈ ഒരു ഭാഗത്തിനെ മാത്രം ഞാൻ ഇങ്ങനെ ഇതുപോലെ മാറ്റി വരയ്ക്കുകയാണ്. 2R ഉണ്ട്. ദിസ് വോൾട്ടേജ് ഇസ് കണക്റ്റഡ് ടു
വി റെഫറൻസ്. സോ ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റി വരയ്ക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ ക്രോസ് എന്ത് അപ്ലൈ ചെയ്യും? തെവനിൻസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഇത് നമുക്ക് അറിയാം എങ്ങനെയായിരിക്കും VTH ഇതിനെ ക്രോസ് വരിക. ഇതിനെ 2R ക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? വി റെഫറൻസ് ആണ്. ഇൻറ്റു ഇതിന് നേരെയുള്ള റെസിസ്റ്റൻസ് എന്താണ്? 2R ആണ്. ഡിവൈഡഡ് ബൈ സർക്യൂട്ടിലെ ടോട്ടൽ ഡിസ്റ്റൻസ് റെസിസ്റ്റൻസ് എത്രയാണ്? 2R പ്ലസ് 2R ആണ്. സോ ദിസ് ഇസ് 2R പ്ലസ് 2R വരും. അപ്പൊ നമുക്കിവിടെ എങ്ങനെ എഴുതാൻ പറ്റും? വി റെഫറൻസ് ഇൻറ്റു 2R ബൈ 2R പ്ലസ് 2Rനെ നമുക്ക് 4R എന്ന് എഴുതാം. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആറും വെട്ടിപ്പോവും. 2 1 ടൈം 4 2 ടൈംസ് നമുക്ക് ഫൈനലി എന്ത് കിട്ടും? വി റെഫറൻസ് ബൈ 2 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന തെവനിൻസ് വോൾട്ടേജ് എന്താണ്? വി റെഫറൻസ് ബൈ 2 ആണ് ഫസ്റ്റ് കേസിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ RTH എന്തായിരിക്കും വരിക? RTH കാണണമെങ്കിൽ ഈ ഒരു പാർട്ടിലത്തെ മാത്രം RTH എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2R ഇവിടെ പാരലൽ ആണ് അല്ലെ. സോ 2R പാരലൽ ടു 2R. സോ ഇറ്റ് വിൽ ഗിവ് us 2R പാരലൽ 2R ഈക്വലന്റ് നമുക്ക് എന്താ വരിക? RTH Rന് ഈക്വലന്റ് ആയിരിക്കും. സോ VTH is equal to V reference by 2ഉം RTHന് കറസ്പോണ്ടിങ് എന്തായിരിക്കും വരിക? 6ഉം ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്കിവിടെ 2Rന് കറസ്പോണ്ടിങ് എന്തായിരുന്നു? നമുക്ക് പാരലൽ ആയിട്ട് വന്ന ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരുന്നു? 2R പാരലൽ 2R ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈക്വലന്റ് റെസിസ്റ്റൻസ് 6 ആയിരുന്നു. അപ്പൊ ഈ 2Rനെ മാറ്റിയിട്ട് ഞാൻ ഇവിടെ എന്ത് വെക്കുകയാണ്? ഈക്വലന്റ് റെസിസ്റ്റൻസ് 6 വെച്ചു. ബാക്കിയുള്ള 6ഉം 2Rഉം അതുപോലെ തന്നെ സർക്യൂട്ടിലുണ്ട്. 6ഉം 2Rഉം സർക്യൂട്ടിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്നിട്ട് നമുക്കിപ്പോ കിട്ടിയ തെവനിൻസ് വോൾട്ടേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മുമ്പ് തെവനിൻസ് വോൾട്ടേജ് എത്രയായിരുന്നു? തെവനിൻസ് വോൾട്ടേജ് ഇസ് ഇക്വൽ ടു വി റെഫറൻസ് ബൈ 2 ആയിരുന്നു. ഇനി ആ വി റെഫറൻസ് ബൈ 2 വെച്ചിട്ടാണ് സർക്യൂട്ടിനെ റീഡ്രോ ചെയ്തിരുന്നത്. തെവനിൻസ് വോൾട്ടേജും തെവനിൻസ് റെസിസ്റ്റൻസും വെച്ചിട്ട് സർക്യൂട്ടിനെ റീഡ്രോ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ദിസ് ഇസ് ദ തെവനിൻസ് റെസിസ്റ്റൻസ് R ആൻഡ് ദിസ് ഇസ് ദ തെവനിൻസ് വോൾട്ടേജ് വി റെഫറൻസ് ബൈ 2. എഗെയിൻ ഇതില് നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വേണം? എഗെയിൻ നമുക്ക് വി തെവനിൻ കാണണം, അതുപോലെ RTHും കാണണം. സോ ഇതിന്റെ വി തെവനിൻ എങ്ങനെയായിരിക്കും നമുക്ക് കാണുക? ദിസ് ഇസ് അല്ലെ വി തെവനിൻ ഇസ് ഇക്വൽ ടു ഈ 2Rനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? VRF ബൈ 2 അല്ലെ. വി റെഫറൻസ് ബൈ 2 ഇൻറ്റു ഈ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് എത്രയാണ്? 2R ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ഇതും കൂടി കൂട്ടുമ്പോൾ 2R വരും. ഇവിടെ നോക്കിയിട്ട് ചെയ്താലും മതി. വി റെഫറൻസിന്റെ ഔട്ട്പുട്ട് എന്താണ്? 2R ആണ്. സോ വി റെഫറൻസ് ബൈ 2 ഇൻറ്റു 2R ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും? 2R പ്ലസ് 2R. സോ നമുക്ക് ടോട്ടൽ ചെയ്ത് വരുമ്പോൾ വി റെഫറൻസ് ബൈ 4 എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇവിടെ നമുക്ക് കിട്ടിയ വി തെവനിൻ വോൾട്ടേജ് എത്രയാണ്? ദിസ് ഇസ് വി റെഫറൻസ് ബൈ 4 ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഫൈനലി കിട്ടിയിരിക്കുന്ന റെസിസ്റ്റൻസ് വാല്യൂ എന്തായിരിക്കും? 2Rഉം പാരലൽ ആണ്. സോ അവർ RTH വിൽ ബി ഈക്വൽ ടു R. ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്തായി മാറി? R ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തത് 0 1 0 എന്നുള്ള ഡാറ്റ ആയിരുന്നു. അത് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയ ഫൈനൽ അനലോഗ് വാല്യൂ എന്ന് പറയുന്നത് വി റെഫറൻസ് ബൈ 4 ആയിരുന്നു അല്ലെ. നമുക്കിനി ഒരു തേർഡ് കേസ് നോക്കാം. ഞാനിവിടെ 001 അപ്ലൈ ചെയ്യാണ്, അല്ലെങ്കിൽ 100 എന്ന് പറയാം. ഇവിടെ MSBയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ MSBയിൽ 1 കൊടുക്കും, ഇവിടെ 0, LSBയിൽ 0, 100. അപ്പൊ നമ്മൾ കൗണ്ട് തുടങ്ങേണ്ടത് MSB എന്നാണ്. 100 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം? ഈ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ നോക്കാം. ആദ്യം നമുക്ക് ഈ റെസിസ്റ്റൻസിന്റെ പാർട്ട് നോക്കാം. ഇവിടെ ഈ റെസിസ്റ്റേഴ്സിന്റെ 2R ഇവരുടെ ഇത് ജോയിന്റ് ആണ്, കണക്റ്റഡ് ആണ്. ഇത് രണ്ടും ഗ്രൗണ്ടിലേക്കാണ്. സോ ഇവിടെ നമുക്ക് തെവനിൻസ് തിയറം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്കിത് 2R പാരലൽ 2R റെസിസ്റ്റൻസ് 2R പാരലൽ 2R എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കാം അല്ലെ. ഇവിടെ നമുക്ക് തെവനിൻസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 2R പാരലൽ 2R നമുക്ക് ഇവിടെ എന്ത് വരും? equivalent resistance is R. അപ്പൊ ഇതിനെ രണ്ടിനെയും റിപ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് റെസിസ്റ്റൻസിന്റെയും ഈ രണ്ട് പാരലൽ റെസിസ്റ്റൻസിനെ ഇപ്പുറത്ത് 2Rനെയും റിപ്ലേസ് ചെയ്ത് ഒരു സീരീസ് റെസിസ്റ്റൻസ് R വെച്ച് റിപ്ലേസ് ചെയ്തു. ഓക്കെ, അഗെയിൻ ദിസ് R ആൻഡ് R ഇൻ പാരലൽ നമുക്ക് ഇവരെ സീരീസ് ആണ്. അപ്പൊ നമുക്ക് ഇവരെ 2R എന്ന് എഴുതാം. ദെൻ 2R സീരീസ് വിത്ത് ഇവിടെ ഒരു 2R ഉണ്ട്, ദെൻ R ഉണ്ട് അല്ലെ. സോ ഇവിടെ 2R R ആ രീതിയിലേക്ക് എഴുതാണ്. 2R R 2R സർക്യൂട്ട് മാറ്റി വരച്ചു. അഗെയിൻ 2R ഇവിടെ അഗെയിൻ 0 ആണ് വരുന്നത് അല്ലെ. ഇവിടെയും പൊട്ടൻഷ്യൽ എന്താണ്? ഇവിടെ ഗ്രൗണ്ടഡ് ആണ്. സെൻ 2R പാരലൽ ടു 2R അഗെയിൻ നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് വരുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് R ആണ്.
സോ ഇതിന് നേരെ കറസ്പോണ്ടിങ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് R വരച്ചു. ബാക്കി R-ഉം 2R സർക്യൂട്ടിലുണ്ട്. അഗെയിൻ R-ഉം 2R ആണ്. 2R ഇതും 2R ആണ്. സോ 2R ആൻഡ് 2R. നമുക്കിപ്പോ 2R-ഉം 2-ഉം അഗെയിൻ ഇവിടെ നോക്കുമ്പോൾ ഇത് ഗ്രൗണ്ടഡ് ആണ്. മുമ്പത്തെ പോലെ ഈ ഒരു കേസ് ഗ്രൗണ്ട് അല്ല. നമ്മളിവിടെ MSB-യിൽ 1 ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ VCC ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കേസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ തെവെനിൻ സൂപ്പർപോസിഷൻ തിയറം അപ്ലൈ ചെയ്യണം. കാരണം ഈ ഒരു എൻഡ് ഗ്രൗണ്ടഡും ഈ ഒരു എൻഡിലേക്ക് ഒരു വോൾട്ടേജും വന്നിട്ടുണ്ട്. അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ഒരു തെവെനിൻ സൂപ്പർപോസിഷൻ തിയറം അപ്ലൈ ചെയ്യണം. എങ്ങനെയായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? ഇതിന് അക്രോസ് വരുന്ന നമ്മൾ കൊടുത്തിരിക്കുന്ന റെഫറൻസ് വോൾട്ടേജ് ഈ സർക്യൂട്ടിനെ ഇങ്ങനെ മാറ്റി വരച്ചു. ഇവിടെ കൊടുത്തിരിക്കുന്ന വി റെഫറൻസ് ആണ് അല്ലെ. സോ ഈ സർക്യൂട്ടിനെ നമ്മൾ ഇങ്ങനെ മാറ്റി വരച്ചു. ഈ വി റെഫറൻസ് അപ്പൊ നമുക്ക് തെവെനിൻസ് വോൾട്ടേജ് എന്തായിരിക്കും വരിക? V Thevenin is equal to ഇതിനെ ക്രോസ് വരുന്ന വോൾട്ടേജ് V reference into ഈ 2R resistor 2R by total resistance, that is 2R plus 2R 2R plus 2R. നമുക്ക് ഇത് ചെയ്തു വരുമ്പോൾ എന്ത് വരും? V reference into 2R by 4R. R കട്ടായി പോവും, 2ഉം 4ഉം കട്ടായി പോവും, ബാക്കി താഴെ 2 മാത്രം വരും. അവസാനം നമ്മുടെ V Thevenin എന്ത് വരും? V reference by 2 എന്ന് മാത്രം വരും. Again R Thevenin കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? 2R parallel to R അല്ലെ 2R തന്നെയാണ്. Again equivalent resistance കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? R ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഫൈനലി നമ്മളിവിടെ 100 എന്നുവെച്ചാൽ ഇതാണ് MSB, ഇതാണ് LSB അല്ലെ. ഈ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞ് ഡിജിറ്റൽ ഡാറ്റ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ അനലോഗ് ഡാറ്റ എന്തായിരുന്നു? V reference by 2 ആയിരുന്നു. നമ്മൾ 3 കേസ് നോക്കി. അതിൽ ഫസ്റ്റ് നമ്മൾ 001 കൊടുത്തു അല്ലെ. 001 കൊടുത്തപ്പോൾ V reference by 8 ആയിരുന്നു നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് 010 കൊടുത്തു. അപ്പൊ നമുക്ക് V reference by 4 ആണ് കിട്ടിയ അനലോഗ് വാല്യൂ. 100 നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ അനലോഗ് വാല്യൂ V reference by 2 ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതേ സർക്യൂട്ടിലേക്ക് 111 നമുക്ക് കൊടുക്കാം. 111 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എന്ന് നോക്കാം. സോ നമ്മൾ ഇതുവരെ നോക്കിയത് എന്തായിരുന്നു? 001 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റെഫറൻസ് അനലോഗ് വോൾട്ടേജ് V reference by 8 ആയിരുന്നു. 010 കൊടുത്തപ്പോൾ V reference by 4 ആയിരുന്നു. 100 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് V reference by 2 ആണ്. ഇനി ഞാൻ 111 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പ് കിട്ടിയ എല്ലാ പിൻസിലും 1 വന്നു അല്ലെ. മുമ്പ് കിട്ടിയ എല്ലാ വോൾട്ടേജസിനെയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ് 0, ബിറ്റ് 1, ബിറ്റ് 2 എല്ലാം 1 ആണെങ്കിൽ ഇവിടെ ഈ B0, B1, B2ന്റെ അവിടെ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോ ഈ ഇവിടെ എന്താണോ ബിറ്റിന്റെ വാല്യൂ വരുന്നത് ആ വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് എവിടെ കൊടുക്കേണ്ടി വരുന്നത്? B0, B1, B2. B0 0 ആണെങ്കിൽ 0 കൊടുക്കുക, B1 1 ആണെങ്കിൽ 1 കൊടുക്കുക, 0 ആണെങ്കിൽ 0 കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക? V out equal to V reference by B0 by 8 plus B1 by 4 plus V2 by 2. ഈ ഒരു കേസിൽ എന്താണ്? എല്ലാം 1 ആണല്ലേ നമ്മൾ കൊടുക്കുന്നത്. സോ നമ്മൾ ആ കറസ്പോണ്ടിങ് ബിറ്റ് ലൈനിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1 by 8 പ്ലസ് V reference by 8 പ്ലസ് V reference by 4 പ്ലസ് V reference by 2 ആ ടേംസിലാണ് വരിക. അതിൽ V reference കോമൺ എടുക്കുമ്പോൾ നമുക്ക് V reference into 1 by 8 plus 1 by 4 plus 1 by 2 എന്നുള്ള ടേംസിൽ വരും. അപ്പോൾ ഈ V reference എന്നുള്ളത് ഇവിടെ നമ്മൾ എന്താണോ കൊടുക്കുന്ന ബിറ്റിൽ വരുന്നത് ആ ഒരു ഇതായിരിക്കും. ഇപ്പോൾ 111 ആണെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് 111 വരും. ഇനി ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ബിറ്റിന്റെ സ്ഥലത്ത് നമ്മൾ 0/4 0/8 വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫൈനൽ ഈ ഔട്ട്പുട്ടിനെ ഇവിടെ നമ്മൾ എഴുതിയല്ലോ. V reference into B0 by 8, B1 by 4, B2 by 2 എന്നുള്ളതിനെയൊക്കെ നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇനി നമുക്ക് ജനറൽ ടേംസിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് V out is equal to V reference into B0 by 2 raised to n plus B1 by 2 raised to n minus 1 plus B2 by 2 raised to n minus 2 up to plus Bn by 2 raised to 1 വരെ നമുക്ക് എഴുതാൻ സാധിക്കും. അതെങ്ങനെയാണ്? ഇത് നമുക്ക് 2 to the power എത്രയാണ്? 3 ആണ് അല്ലെ. 4 into 2 ആണ് 8 വരുന്നത്. ഇതെന്തായിരിക്കും വരുന്നത്? സോ നെക്സ്റ്റ് നമുക്ക് എന്താ വരുന്നത്? 2 to the power n minus 1 ആണ്. അപ്പൊ n ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് nth ബിറ്റിൽ നിന്ന് വേണം തുടങ്ങാൻ. 2 to the power n ആയിരിക്കും ആദ്യം വരുന്നത്. അപ്പൊ നമുക്ക് 2 to the power ഇവിടെ എന്തായിരിക്കും വരുന്നുണ്ടാവുക? നമുക്കിവിടെ 3 ബിറ്റ് ഉണ്ടെങ്കിൽ 2 to the power 3 ആയിരിക്കും. then 2 to the power 2 ആയിരിക്കും. then 2 to the power 1 ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ 2 to the power n, then 2 to the power n minus 1, പിന്നെ n minus 2 അങ്ങനെയാണ് പോകുന്നത്. 2 to the power n minus 2 അങ്ങനെ ആണ് നമുക്ക് എഴുതേണ്ടത്. സോ ദിസ് ഇസ് ദ ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ,
So V out is equal to V reference into B naught by 2 to the power n plus B1 by 2 to the power n minus 1 plus B2 by 2 to the power n minus 2 up to Bn by 2 to the power 1. ഇനിയിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. n ബിറ്റിന് വരും 4 ബിറ്റ് ആണെങ്കിൽ 2 to the power 4 ആവും താഴെ വരിക അല്ലെ. 2 to the power 4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 16 വരും. So V out is equal to V reference into B naught by 2 to the power 4 that is 16 plus B1 by 2 to the power n minus 1 that is 2 B1 by 8 plus B2 by 4 plus B3 by 2 ആ ഒരു ഓർഡറിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഈ കണ്ടതെല്ലാം ഇത്രയും ഭാഗം മാത്രമാണ് സർക്യൂട്ടിന്റെ അല്ലെ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വി ഔട്ട് ഇവിടെ വരെയുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വി ഔട്ട് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒപ്പാമ്പ് ഇത് കൺസിഡർ ചെയ്യണമല്ലോ. നമ്മുടെ R12 ലാഡർ സർക്യൂട്ടിൽ ഈ പോർഷനും കൂടി കൺസിഡർ ചെയ്യണം. ഇത് എന്താണ് ഇത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് അല്ലെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് കൊടുത്തുവെച്ചാൽ ഇതിന്റെ ഗെയിൻ എന്തായിരിക്കും വരിക? മൈനസ് RF by R1 അല്ലെങ്കിൽ RIN ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ RF by R ഇവിടെ അപ്പൊ നമുക്ക് ഈ കറസ്പോണ്ടിങ് ഡാറ്റയിൽ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈനലി കിട്ടിയിരിക്കുന്ന ടോട്ടൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ആറാണ്. ഇതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന വി ഔട്ട് എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടെ ഇവിടെ ഉണ്ടായിരിക്കും. സോ ആ റെസിസ്റ്റൻസ് കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? വി ഔട്ട് ഇസ്ക്വൽ ടു മൈനസ് RF by R എന്ന് വെച്ചാൽ അതതിന്റെ ഗെയിൻ ആണ് ഇൻറ്റു വി റെഫറൻസ്. വി റെഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ ഇവിടെ തൊട്ടുള്ളത് ആ വി ഔട്ട്. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ഈ ഒരു വി ഔട്ടിന്റെ വാല്യൂ എന്നുവെച്ചാൽ ഇതാണ് ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ്. ഈ ഒപ്പാമ്പിനുള്ള ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഈ വി നോട്ട് എന്ന് പറയുന്നത് അല്ലെ. സോ ദാറ്റ് മീൻ ഇൻറ്റു ഗെയിൻ ആണ് ഇതിന് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. സോ ഇതിന് പകരം ഗെയിൻ ആണ് മൈനസ് RF by R എന്ന് പറയുന്നത്. ഇത് കറസ്പോണ്ടിങ് അതിന്റെ ഇൻപുട്ട് സെക്ഷനിൽ വന്ന ടോട്ടൽ വോൾട്ടേജിന്റെ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചതാണ്. ദാറ്റ് ഇസ് VREF into B naught by 2 raised to n plus B1 by 2 raised to n minus 1 plus B2 by 2 raised to n minus 1 plus etc. up to Bn by 2 raised to 1 എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ വി ഔട്ട് ആയിട്ട് ഇവിടെ ഒപ്പാമ്പിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു R2R ലാഡർ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു R2R ലാഡർ ആയിട്ട് എത്ര റെസിസ്റ്റൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താണ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആറേ വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ R2R ആഡ് ചെയ്ത് പോയാലും നമ്മൾ ഈ രീതിയിൽ നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ഫൈനലി ആറേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇമ്പിഡൻസ് ഒരുപാട് കൂടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആക്യുറസിക്ക് വലിയ കോട്ടമൊന്നും പറ്റാണ്ട് തന്നെ നമുക്ക് തരക്കേടില്ലാത്തൊരു ഡിജിറ്റൽ ടു അനലോഗ് സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ടില് R2R ലാഡർ സർക്യൂട്ടിന് നമുക്ക് തരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ.